So what is up guys, welcome back. How did you do? ഇന്ന് നമ്മൾ പുതിയ ഹാർഡ് കോർ, എൻ്റെ പുതിയ ഹാർഡ് കോർ അല്ല, പഴയ 2-3 ദിവസമായി ആ ഹാർഡ് കോർ വേർഡ് ഉണ്ടാക്കിയത്. ആ ഹാർഡ് കോർ വേർഡാണ് നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത്. സെക്കൻഡോ തേർഡോ അതാ 5th എപ്പിസോഡൊക്കെ എനിക്കറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഇൻസ്റ്റൻ്റ്ലി എന്നോട് പറയുക. ഞാൻ ആ വാക്ക് മൈൻക്രാഫ്റ്റിൻ്റെ മറ്റേ ടെക്സ്റ്റ് ഇല്ല അതിൽ നോക്കി പറഞ്ഞതാണ്. ലോഡ് ചെയ്യുമ്പോൾ തന്നെ ചത്തില്ല. അയ്യാ, ഞാൻ ക്രിയേറ്റീവായിരുന്നു, സോറി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഏതോ പന്ന ക്രീപ്പറൊന്നും എന്നെ കൊന്നതിന് അതിന് വേണ്ടിയാണ്. അല്ലാതെ ഞാൻ ക്രിയേറ്റീവ് അങ്ങനെ ഉപയോഗിക്കത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലേ. ഒരു പന്ന ക്രീപ്പർ എന്നെ ചമ്മന്തിയാക്കിയതാണ്. എൻ്റെ വീടിന് നല്ലതായിട്ട് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീടിന് നല്ലതായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടി. കണ്ട ആ ക്രീപ്പർ ഇവിടെ നിന്ന് ഒരു ചെറിയ ഡാമേജ്, ഇവിടെ ഫുള്ളും പോയി. ഈ ലാഡർ ഫുള്ളും പോയി ഗൈസ്. ഇവിടെ 1 2 3 കോബിൾ സ്റ്റോൺ, കുറേ ബെസ്റ്റ്. ഞാൻ എൻ്റെ ലോഞ്ച് പാഡിന് എങ്ങനെ എത്താൻ, അത് ബെസ്റ്റ്. വാതിക്കെ കൂടെ തന്നെ പോകണം. ഓക്കെ, നമുക്ക് പോയി ഇനി ആ വുഡ് എടുത്തിട്ട് വരാം. എന്ന് ഞാൻ FSSC ഉള്ള ആക്സ് എടുത്തത്. FSSC ഞാൻ ലാൻഡ് ചെയ്ത ഭാഗമില്ല. ഞാൻ മലപ്പയെന്നും പറഞ്ഞ് എൻ്റെ ഒന്നേനെ മാത്രമല്ല, ഇത് ഹാർഡ് കോർ വേർഡും അത് വേറെ കാര്യം. നമുക്ക് 2-3 മരങ്ങൾ കൊല്ലാം. എനിക്ക് എവിടെ ഒരു വേണ്ട ചെറി ബ്ലോസം ഭയം. ഇവിടെ ഇഷ്ടം പോലെ മരങ്ങൾ കാണാം. പ്രത്യേകിച്ച് ചോക്കും പറിച്ചു, വേറെ സ്പിരിറ്റ്സ് ഒന്നുമില്ല. അമ്മ കറക്റ്റ് ഇവിടെ തന്നെ വീണു. ഞാൻ ക്രൗച്ച് ചെയ്യുന്നു. സ്ക്രിപ്റ്റ് ആണ് വേണ്ട, സാധാ വേണ്ട. ഓക്കെ, ഇനി നമുക്കിത് മൈൻ ചെയ്ത് തുടങ്ങാം. അതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ മെയ്സ് കൂടെ ഇരിക്കട്ടെ. ഡെൻസിറ്റി ഉള്ളതിന് കൊണ്ട് കാര്യമില്ല. അതിൽ നിന്ന് ടോട്ടൽ 7 വുഡ് കിട്ടി. ഇതൊന്ന് ഇനിയും വേണമെന്ന് കണ്ടാണോ? ഇത് കണ്ടാണോ പൈസ? ഇത് കണ്ടാണേ, അടിപൊളി സാധനമാണ്. കണ്ട ഇത് സ്ട്രിപ്റ്റ് ചെയ്ത് എവിടെ സോംബിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പോരാ ഞാൻ തിരിച്ചു വന്നു. ഓക്കെ, നമുക്കിനി സ്ക്രിപ്റ്റ് ചെയ്ത് ഓക്കെ 11 തന്നെ ധാരാളം. ഇനി ഞാൻ ഇവിടെ പോയിട്ട് ഇവിടെ എങ്ങാണ്ട് അതാണ്ട് കേവ്. ഞാൻ എൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് എടുത്തെടുത്ത്. ഇവിടെ ശബ്ദം എന്തിൻ്റെ കേൾക്കുന്നുണ്ട്. അയ്യോ, എൻ്റെ സ്റ്റോണിനകത്ത് സിൽ ടച്ചേ ഉള്ളൂ ഗൈസ്, സിൽ ടച്ചേ ഉള്ളൂ. കണ്ട സിൽ ടച്ച് മാത്രമേ ഉള്ളൂ എൻ്റെ പിക്കാക്സിൽ. നിങ്ങളുടെ സ്റ്റോൺ മാത്രം കിട്ടും, കാബിൾ സ്റ്റോൺ കിട്ടത്തില്ല. അത് ഇനി കിട്ടണമെങ്കിൽ നമ്മൾ അൺസിൽ ടച്ച്ഡ് സാധനം വേണം. അതുപോലെ ഈ ഓൾസും ഇതൊന്ന് ടഫാ. ഞാൻ ഇത് ഫില്ല് ചെയ്യട്ടെ 8 കൊണ്ട്. ഇച്ചിരി കൂടി സിമ്പിൾ. സീനൊന്നുമില്ല. എൻ്റെ ഹാർഡ് കോറിന് എൻ്റെ എൻ്റെ വീടിൻ്റെ വരി എനിക്കറിയത്തില്ല. ഞാൻ സ്റ്റാൻഡിൽ കണ്ട് നീപ്പന്നമ്മാക്കായി. ചേടാ, എവിടെയെങ്കിലും കോബിൾ സ്റ്റോൺ വല്ലതും ഉണ്ടോ? എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും. എൻ്റെ വീടിൻ്റെ അവിടെ വലിയ ഒന്നാന്തര ഇതില്ലേ കേവ്. ആ കേവിനകത്ത് 2-3 പ്രാവശ്യം ഞാൻ വന്നായിരുന്നു അൺസിൽ ടച്ച്ഡ് സാധനം കൊണ്ട്. ഇവിടെ അവിടെ ആയിരുന്നല്ലേ? ഇതല്ലേ? പക്ഷെ ഇതല്ല, വേറെ ഒന്നാന്തരം വലിയ
അതോ ഇതാണോ അയ്യപ്പനമ്മ നെയ്പ്പത്തിട്ട് കാക്ക കുത്തി അതിലിട്ടു. ഇതാണ് ഇനി ആ കേവ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അമ്മേ ഞാൻ ഒപ്പം ചത്തേനെ. ഈ ലൈറ്റർ നമ്മൾ താഴോട്ട് പോകുമ്പോൾ വേണ്ട കേട്ടാ. എയർ റോക്കറ്റ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചത്. ഗൈസ്, ഒന്നാന്തരം വേർഡ്സ് ബെസ്റ്റ് വാട്ടർ ബക്കറ്റ് ക്ലഞ്ചാണ്. ഒരു വെള്ളം അതെ. പിന്നെ മാനേപ്പിച്ചിട്ട് ഓക്കെ, ഫൈനലി എനിക്ക് വേണ്ട മെറ്റീരിയൽ എനിക്ക് കിട്ടി. ഇനി നമുക്ക് പോയി എൻ്റെ വീട് പക്ഷേ ഞാൻ വാട്ടർ ഉപയോഗിക്കുന്നുള്ളൂ. ഇലക്ട്രയുടെ പ്രത്യേകം കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കുറയും സാധനത്തിൻ്റെ. ആ സാധനം എന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊല്ലേ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ഓടിക്കോ. എന്നെ കണ്ടില്ല, നീ എന്നെ ഒന്നും കണ്ടില്ല. കൂടെ ഫ്യൂ ഒന്നും പറയാൻ സമയമില്ല. രാത്രിയാകാറേ ഓടിച്ചെന്നു അമ്പാൻ. പിന്നെ നെയ്പ്പത്തിട്ട് കാക്ക ഒത്തിട്ടുണ്ട്. ഇവിടെ ബെഡ് ഉണ്ടായിരുന്നു. അതേണ്ട ബെഡ് തന്നെ മിട്ടറയുണ്ടായിരുന്നു. അതിവിടെ ഇരുന്നു. അപ്പോൾ ഇനി നമുക്ക് കടക്കുന്ന മുമ്പ് ജെൻ്റെ ഇതൊന്ന് റിപ്പയർ ചെയ്യാം. അവിടെ ഗ്ലാസ് ആയിരുന്നില്ലേ, ഗ്ലാസ് ഞാൻ പിന്നെ റിപ്പയർ ചെയ്തോ. ബാക്കി 9 വുഡ് മാത്രമേ ഉള്ളൂ. അത്രയൊക്കെ തികയോ ഇത് പണിയാൻ? കൗണ്ട് ഓഫ് 1. എന്നെക്കാട്ടും അല്പം കൂടി. ഇത് കുഴപ്പമില്ല. ഓക്കെ, ബാക്കി ഒരു പീസ് ഉണ്ട്. ആ ഒരു പീസ് ഞാൻ ഇവിടെ ഇത് ഫുള്ളും ഗ്ലാസ് കഴിക്കോളാം. അപ്പോൾ നമുക്ക് പോയി ഒന്ന് കടന്നുറങ്ങാം. ഓക്കെ, ഞാൻ കടന്നുറങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ സാൻഡ് കാണും. കാരണം എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ കണ്ട, ഇതാണ് ഇവിടെ കുഴപ്പം. ഇതാണ്ട് യുവർ മൈ എനമി. അതിന് മുമ്പ് ഞാൻ വരണം. ആ ക്രീപ്പറിനെ എനിക്ക് കൊല്ലാൻ പറ്റുമെങ്കിൽ ഞാൻ അതിനെ കൊല്ലും. എൻ്റെ ഷാർപ്നെസ് 4 സോഡും ഉണ്ട്. അൺബ്രേക്കിംഗ് 3 നോട്ട് ബാക്കും ഉണ്ട്. എന്തിയേ പേർക്കട ഷാജിപ്പാപ്പനോട് കളിക്കണ്ടേ? ബെസ്റ്റ് ആവട്ടെ. അങ്ങോട്ട് വരും. 2 3 5 അത്ര പറയും. പിന്നെ അമ്മ നെയ്പ്പത്തിട്ടോ കാക്ക കുത്തി കയ്യിലിട്ടു. മറ്റേ ഫ്രീന്നും പറഞ്ഞ് വീണ് കേട്ടോ. പിന്നെ അവിടെ 2 അമ്മ എന്നെ തിന്നോളാം. എൻ്റെ മോഫാമ ക്രീപ്പർ ഫാം. അത് ഇപ്പം എത്ര സമയം വരാൻ ചെന്നിട്ടുണ്ട്. വന്ന ഗായ്സ്, എൻ്റെ ഹാർട്ട് ഫോർവേഡ് പോയി. ഞാൻ നാളെ കളിക്കും. കളിച്ച് മടുത്ത് എൻ്റർ ഡ്രാഗിനെ ഞാൻ നിർത്തും. ക്രീപ്പർ ശരിക്കും എനിക്ക് ഹാർഡ്കോർ കളിക്കണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ കളിക്കും, എനിക്കിഷ്ടം. അപ്പം നെതറിലോട്ടൊന്ന് പോയി ഒന്ന് ഓർത്ത് വയ്ക്കേ. മോനൊന്ന് ഓർത്ത് വയ്ക്കാത്. എൻ്റെ ഷൂസ് എന്ത് ചെയ്യേ? ഞാൻ എൻ്റെ ഷൂസ് ഇടട്ടെ. ഇടൂ ഷൂസ് നല്ലതായിട്ട് വരൂ. അതൊരു ക്രീപ്പറും കൂടി ഇല്ലേ? ക്രീപ്പറിനോ ഇവിടെ ഒരു സ്കെലത്തനുണ്ട്. അതിനെ ഇടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അതിനെ കൊണ്ട് ഞാൻ ഷീൽഡ് ഇട്ടേക്കുമല്ലായിരുന്നു. വൺ ഷോട്ട്. ഇതൊക്കെ എന്ത്
ഞാൻ ഈ ബോ പ്ലസ് ഈ ബോ എന്ന് റിപ്പയർ ചെയ്യും. ഏത് രാകേശവനെ അവിടെ കളിക്കണ്ടേ? ഇത്ര ഉള്ളായിരുന്നു മാപ്സ്. അയ്യേ, ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടൊക്കെ വലിയ സ്പാൻഡ് കേവായി. അവിടെ ഇതുണ്ട്. ഞാൻ എൻ്റെ ഇഫിഷ്യൻസി ഉള്ള 4 ഉള്ള ഇതെടുക്കട്ടെ. ഓ, അയണോ? സിൽ ടച്ചും കൊണ്ട് അയൺ ഓറാണോ കിട്ടുന്നത്, അതോ അയൺ ബ്ലോക്ക്, അയൺ ഇങ്കറ്റാണോ, അതോ അയൺ റോയനാണോ? നോക്കട്ടെ. അയൺ ബ്ലോക്ക്. ഞാൻ അപ്പം വേണ്ടതിനെക്കാട്ടും കൂടുതൽ ഗ്ലാസ് എടുത്ത്. ഇപ്പം നമ്മൾ കാക്ക കുത്തി എലിയിട്ടു. ഹായ്, എന്നാ രസമാണ്. ഒരു സാൻഡ് ടൂപ്പർ ഉണ്ടെങ്കിൽ എന്നെക്കാട്ടും രസമാണ്. 33 ഡെഫിനറ്റ്ലി കൂടിപ്പോയി. പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഇനി വീട്ടിലോട്ട് പോയി എലസ്പെൽറ്റ് ചെയ്യുന്ന മുമ്പ് കോൾ എടുത്തില്ല. ഞാനൊരു പൊട്ടൻ. അയ്യോ, സിൽട്ടച്ചാ. കുഴപ്പമില്ല. ഞാനൊരു വുഡൻ എത്ര വയസ്സുണ്ട്? ഞാൻ ഒരു സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് വരാം. അതേ ഉള്ളൂ ഇനി വരി. ഉണ്ടായി ക്രാഫ്റ്റിംഗ് ടേബിൾ കണ്ട് കാണില്ലേ? ഇവിടുന്ന് നക്കി കണ്ട. നിൽക്കെ ഐഡിയ. എനിക്കൊരു ഐഡിയ കിട്ടി. നമ്മുടെ ക്രീപ്പർ പൊട്ടിത്തെറിച്ചില്ലേ? ബെസ്റ്റ്. അതെല്ലാം ഡീസ്പോണായി. കോബിൾ സ്റ്റോൺ 2 കറക്റ്റ് 4 കറക്റ്റ് 5 കറക്റ്റ്. എൻ്റെ ലാഡർ ഉണ്ടായിരുന്നില്ലേ? ഇത് എന്നെക്കാളും ബെസ്റ്റ്. ഇങ്ങനെ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഞാൻ പോകും. എൻ്റെ ഡ്യൂറബിലിറ്റി അല്ലേ കുഴപ്പം. എൻ്റെ ഫയർ വർക്ക്, എൻ്റെ കയ്യിൽ വേറെ ഫയർ വർക്ക് ഒന്നുമില്ല. ഡ്യൂറബിലിറ്റി വലിയ കുഴപ്പമില്ല. അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നത് ഉള്ളൂ. പക്ഷേ ഇലൈട്രയുടെ വിങ് അല്ലേ, എന്തോ പറയുന്നത്, ഫയർ വർക്ക്സ് ആണ് പ്രശ്നം. അത് സിമ്പിളായിരുന്നു. 4 വേണം. ഇനി 1 2 3 ബാക്കി 3 കൂടിയാണ്. ഞാൻ പെട്ടു കേട്ടാ. എന്നെ കൊണ്ടൊന്നും വയ്യ റിപ്പയർ ചെയ്യാൻ. ഈ ജങ്കല്ല ഞാൻ എൻ്റെ ലോകത്ത് പോലും ജസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലേ. നമുക്ക് ചെറിയ വുഡും കൊണ്ട് വല്ല പരിപാടി ഉണ്ടാക്കാം. എൻ്റെ വീടിൻ്റെ അടുത്താണ്, അത്രയും ദൂരം ഇല്ലല്ലോ സാധനം. അതിന് മുമ്പ് ഞാൻ എൻ്റെ ബെഡും കൂടി എടുക്കട്ടെ. രാത്രിയാവാറെ. ബെഡും കൂടി എടുത്തേക്കാം. ഓക്കെ വീടേ, ഞാൻ ഇനിയിപ്പോൾ ചെറിയ ബ്ലോസം വുഡ് എടുത്തോണ്ട് വരാം. നല്ല പേടിയുണ്ട് എൻ്റെ ഫയർ വർക്ക് തീരുന്നു. കണ്ടില്ലേ? ബാക്കി 1 ഫയർ വർക്കേ ഉള്ളൂ. വീട്ടുകാരെ എൻ്റെ ബാക്കി വുഡൊക്കെ 6 എടുത്തോണ്ട് പോയി. നമുക്ക് ഇതിൻ്റെ ഇല എടുത്താലും എനിക്ക് ഇതിൻ്റെ ഇല ഒരുപാട് ഇഷ്ടം. ശരി, വുഡെങ്കിൽ വുഡ്. ഇതും കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യുക. എൻ്റെ എൻചാൻറ്റിങ് റൂം ക്രീപ്പറൊക്കെ വന്ന് പൊട്ടിക്കാറുണ്ട്. അതിൻ്റെ ഐഡിയയ്ക്ക് നമുക്കൊരു എൻചാൻറ്റിങ് ഹൗസ് ഉണ്ടാക്കും. എൻചാൻറ്റിങ് റൂം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പണിയേ. ചുമ്മാ എല്ലാം ഞാൻ ഇങ്ങനെ തന്നെ ആണല്ലോ. ബ്രൈറ്റ്നസ് ഫുള്ള്.
എന്നും ഞാൻ ഇങ്ങനെ തന്നെ ആണല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇത് വേറെ ഇന്നത്തെ ദിവസം എൻ്റെ അമ്മ എന്നെ പറയുന്ന സഹിച്ച് കുറച്ചെടുത്ത് ഇത്ര എല്ലാവർക്കും മതിയെന്ന് തോന്നി. എൻ്റെ കണ്ണടച്ചു പോയി. അതുകൊണ്ടാണ് ഇത്ര വിട്ട്. ഇനിയും വേണം, അത് പോരാ, ഇനിയും വേണം. എന്ത് ഇഞ്ചാണെങ്കിൽ സ്മൈറ്റ് 4 അൺബ്രേക്കിംഗ് 3 അൺബ്രേക്കിംഗ് 4 അല്ലേ എൻ്റെ സോണിനുള്ള അല്ലേ? ഓ ലൂഡിങ് 3 അൺബ്രേക്കിംഗ് 3 അൺബ്രേക്കിംഗ് 3 സോറി. ഈ ചെറി ബുഡ് അല്പം ടഫാണ് വേണം. ഇത് നല്ല രസമുണ്ട് എൻ്റെ ഇലയൊക്കെ കാണാൻ. പക്ഷെ ഒരു പ്രോബ്ലമേ ഉള്ളൂ, ഇത് അക്കേഷ്യ ട്രീ പോലെ ഭയങ്കര ടഫാണ് മീനിയ. കണ്ടില്ല എണ്ണ ഹൈറ്റ് ചെയ്തിന്. അതുമാത്രമല്ല ഗൈസ്, എൻ്റെ ഫയർ വർക്ക് കണ്ടിട്ട് എനിക്ക് നല്ലതായിട്ട് ടെൻഷനുണ്ട്. കാരണം വീട് വരെ പോകാൻ 2 ഫയർ വർക്ക് ഉപയോഗിച്ചു. അപ്പം എങ്ങനെയെങ്കിലും വല്ല ഫാമോ എല്ലാം ഉണ്ടാക്കണം. അതിൻ്റെ ഒരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാം. അതിന് മുമ്പേ എത്ര വുഡുണ്ട്, എത്ര പീസുണ്ട് വുഡിൻ്റെ? ഒരു സ്റ്റാക്കെങ്കിലും കാണും. 54 ഒരു സ്റ്റാക്കാകാറോ? ഒരു പീസും കൂടി. ഇതിൻ്റെ സാപ്ലിങ്സും കൂടി വേണം. സാപ്ലിങ്സിനും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എത്ര സാപ്ലിങ്സ് അത് ഒക്കെ? 40 സാപ്ലിങ്സ്. ഇവിടെ 2 പറയോ കൂടി അല്ല സ്റ്റാർപ്പര. ഓക്കെ, ഞാൻ നാളെ തിരിച്ചു വന്നു. എൻ്റെ അല്ലേ എൻ്റെ ചാനലേ ഇത്. പിന്നെ എൻ്റെ ശബ്ദം ചെറുതായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. ഈ സോറി, ഇഞ്ച് കഫക്കെട്ട് ചുമയുമാണ്. അതുകൊണ്ടാണ് ചെറുതായിട്ട് കേൾക്കാൻ പറ്റാത്ത. 60 ഇനി 4 പീസും കൂടി മതി. എടാ പശു നിനക്ക് 4 പീസ് എവിടെ നിന്നാണ് അറിയോ? എടാ നിന്നെ എനിക്ക് ഇഷ്ടമല്ല, പോടാ. ഓ ഞാൻ പറഞ്ഞില്ലേ 1 2 3 4 കേസ്. ഞാൻ പറഞ്ഞില്ലേ രാത്രിയാകുമെന്ന്. അതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഈ ലൊക്കേഷൻ അല്ലേന്ന് എൻ്റെ വീട്? കഴിഞ്ഞു. ഈ ലൊക്കേഷൻ തന്നെയാണോ? കാണുന്നില്ല. ഞാൻ നെതർ പോർട്ടിൽ വന്നിരിക്കാം. അങ്ങനെ എൻ്റെ ഫയർ വർക്ക് തീർന്നു. ഞാൻ അല്പം ജസ്റ്റ് ഉണ്ടാക്കാം. ജസ്റ്റിന് സ്ക്രൂ സ്പ്രിങ്സ് തന്നെ വേണമെന്നില്ല. ഇതും മതിയല്ലേ അല്ലേ? ഒരു ചെസ്റ്റ് ഒന്നും ധാരാളം. അത് എൻ്റെ ബെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വയ്ക്കാം. എൻ്റെ ജങ്കല്ലേ ഇങ്ങോട്ട് വളരെ എനിക്ക് കോള് വേണ്ട, കോബിൾ സ്റ്റോൺ ഇനി വേണ്ട. ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ ഓർഗനൈസ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ബൈ ഗൈസ്. മൈൻക്രാഫ്റ്റിലെ ഏറ്റവും റേറസ്റ്റ് മോബിനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. കണ്ടില്ലേ? റേറസ്റ്റ് മോബ് ഇൻ ദ ഹോൾ എൻറ്റയർ ഗെയിം. ഇവനിവിടെ നിൽക്കുമല്ലേ? ഇവനെ ഇല്ല വീഴ്ത്താൻ വേണ്ടി എനിക്കൊരു ഐഡിയ ഉണ്ട്. വരുന്നുണ്ടോ? പിന്നെ കാണുന്നില്ല അമ്മ. അതിനെ കണ്ടുപിടിച്ചാ പറ്റൂ. അത് എൻ്റെ ആമറാ. വീടിനകത്ത് കയറിപ്പോയാ തിരിച്ചു. വേറെ മാബല്ലേ നീ? പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ലീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കുക. ലീഡ്
ലീഡായിട്ടൊന്ന് ഇവനെ കൊല്ലും ഞാൻ. ഇവനെ മേച്ചിട്ട് കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു വില്ലേജർ സ്പോണെങ്കിന് വെക്കാം. ചിലപ്പോൾ ഇവനെ വില്ലേജറിന് മണം അടിച്ച് ഹൈ പെനം എന്നും പറഞ്ഞ് അങ്ങോട്ട് വരും. ഒരു സ്റ്റാക്ക് അങ്ങോട്ട് താര വീഴ്ത്താനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സ്റ്റാക്ക് ഒരു വില്ലേജർ ഇവിടെ വയ്ക്കാം. വില്ലേജർ വരുന്നുണ്ടോ? എങ്ങനെയെങ്കിലും ഒന്ന് താര വീഴ്ത്തണം. ഓക്കെ, താര വീഴ്ത്തിട്ടുണ്ട് ഇവനെ. ഇനിയാണ് മോനെ കളി. നൈസ്. നോക്കിക്കോ ഗൈസ്, ഇത് ഇന്നോ അതോ നാളെയോ? ഇന്ന് ഇവനെ ഞാൻ മേച്ചിട്ട് കൊല്ലും. ഏങ്കളെല്ലാം പൊസിഷനാണ്. കൊന്നു. ശരി, നമുക്ക് അങ്ങനെ ചാണ്ടല്ലേ, നിന്നെ ഇങ്ങനെ ചത്തേ പറ്റും. അവനെ കൊന്ന് ഇതിൻ്റെ അപ്പുറം ചാടിയില്ല. ചേട്ടാ, ഈ സോംബിയിലെ തന്നെ കൊല്ലാനൊക്കെ എന്നാ ടഫാ. പ്രത്യേകിച്ച് മെയ്സും കൊണ്ട് കൊന്നടാ മോനെ. ഇതിൻ്റെ അപ്പുറവും ചാടി. ഒക്കെ ഇത്രയുള്ള വീഡിയോ. ബാക്കി എന്നെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം സമയമില്ല. അതുകൊണ്ടാണ്. ഓക്കെ, എന്നാൽ ഞാൻ ബൈ ബൈ ഗൈസ്. എല്ലാവരും ഈ സബ്സ്ക്രൈബ് ബട്ടനെ ഇങ്ങനെ അടിച്ച് കൊന്നാണ് ഞാൻ ഈ സ്ക്രീനിൽ അടിക്കുന്ന പോലെ. പക്ഷെ കാണത്തില്ല. ഇങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടനെ ഇങ്ങനെ അടിച്ചു കൊല്ലണം. അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പൊട്ടിയിരിക്കുന്നു. ഓക്കെ, ബൈ ബൈ. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ക്രീപ്പർ ഇല്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ വന്ന് ടും എന്ന് പറഞ്ഞ് പൊട്ടിക്കും. ബൈ ബൈ.